നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. പീച്ചി പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം. പീച്ചി പോലീസ് സ്റ്റേഷനിലെ മർദ്ദന ദൃശ്യങ്ങൾക്ക് പിന്നാലെ ഹോട്ടൽ ജീവനക്കാർ പരാതിക്കാരനെ തടഞ്ഞു വെക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് മലക്കപ്പാറ മേഖലയിൽ നിന്നും മാരാങ്കോട് വനഭൂമിയിൽ താമസമാക്കിയ 47 ആദിവാസി കുടുംബങ്ങളുടെ പ്രശ്നം രമ്യമായി പരിഹരിക്കുമെന്ന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. വനഭൂമി കയ്യേറിയവരെ ഉടൻ ഒഴിപ്പിക്കില്ലെന്നും മന്ത്രി. വലിയക്ര ടോൾ പ്ലാസയ്ക്ക് സമീപം ടെമ്പോ ട്രാവലറും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്ക്. ചൊവ്വന്നൂരിൽ കാറടിച്ച് സൈക്കിൾ യാത്രികന് ദാരുണാന്ത്യം. പഴഞ്ഞി സ്കൂളിന് സമീപം കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. പ്രശസ്ത ബാലസാഹിത്യകാരൻ മുരളീധരൻ ആനപ്പുഴ അന്തരിച്ചു. വിടവാങ്ങിയത്. സ്കൂളുകളിൽ കഥ, കവിത, ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയ സാഹിത്യകാരൻ. മാനവസ്നേഹത്തിന്റെയും മതമൈത്രിയുടെയും ഗുരുദേവ സന്ദേശങ്ങൾ മുഴങ്ങിയ ഗുരുദേവ ജയന്തി ഘോഷയാത്ര വർണ്ണാഭമായി. നഗരങ്ങളെ പീതവർണ്ണമാക്കി നടന്ന ഘോഷയാത്രയിൽ ആയിരങ്ങൾ അണിനിരന്നു. വിശദാംശങ്ങളിലേക്ക്. തൃശൂർ പീച്ചി പോലീസ് സ്റ്റേഷനിൽ ഹോട്ടൽ മാനേജരെയും ഉടമയുടെ മകനെയും മർദ്ദിച്ചതിന് പിന്നാലെ പണം വാങ്ങി പോലീസ് കേസ് ഒതുക്കിയതായി പരാതി. 5 ലക്ഷം രൂപയാണ് പരാതിക്കാരനിൽ നിന്ന് വാങ്ങിയത്. SI ആവശ്യപ്പെട്ട പ്രകാരം പരാതിക്കാരൻ ദിനേശിന് പണം നൽകിയതായി ഹോട്ടൽ ഉടമ ഔസേപ്പ് പറഞ്ഞു. എൻ്റെ ജീവനക്കാരെ മർദ്ദിക്കുക, എൻ്റെ മകനെയൊക്കെ ഇതേ രീതിയിൽ അക്രമം ചെയ്ത ഈ പോലീസുകാരന്, ഈ SI PM രതീഷിന് 1 മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് പ്രൊമോഷൻ കൊടുത്തു. അപ്പോൾ എൻ്റെ പരാതി നിലനിൽക്കുന്നുണ്ട്. അതായത് കമ്മീഷണർ, നമ്മുടെ ജില്ലാ മേധാവിയുടെ അടുത്ത് എൻ്റെ പരാതി നിലനിൽക്കുന്നു. എൻ്റെ പരാതി ഞാൻ DGPക്ക് കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. ഈ പരാതികളെല്ലാം നിലനിൽക്കെ തന്നെ ഈ ഉദ്യോഗസ്ഥന് ചെറുതുരുത്തിയിലേക്ക് സർക്കിൾ ഇൻസ്പെക്ടറായി പ്രൊമോഷൻ കൊടുത്തു. ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു കാരണവശാലും സർവീസിൽ ഉണ്ടാകാൻ പാടില്ല. അദ്ദേഹത്തിന് അടിയന്തരമായിട്ട് ടെർമിനേറ്റ് ചെയ്യണം. അദ്ദേഹത്തിന് സർവീസിൽ നിന്ന് ഒരു കാരണവശാലും ഈ പോലീസ് സുരക്ഷാ സേനയുടെ ഒരു ഭാഗമായിരിക്കാൻ ഇദ്ദേഹം യോഗ്യനല്ല. ഇദ്ദേഹത്തെ അടിയന്തരമായിട്ട് സർവീസിൽ നിന്ന് നീക്കം ചെയ്യണം. ഇതാണ് നമ്മുടെ ആവശ്യം. പട്ടിക്കാട് ലാലീസ് വുഡ് ആൻഡ് ഫൺ ഹോട്ടൽ ഉടമ KP ഔസേപ്പ്, മകൻ പോൾ ജോസഫ്, ഹോട്ടൽ ജീവനക്കാർ എന്നിവരെ പീച്ചി പോലീസ് സ്റ്റേഷനിൽ വെച്ച് SI PM രതീഷ് മർദ്ദിച്ചിരുന്നു. പരാതിക്കാരനായ ദിനേശിനെ ഉപയോഗിച്ചാണ് SI പണം വാങ്ങിയത്. ഹോട്ടൽ ഉടമ ഔസേപ്പ് നൽകുന്ന പണത്തിൽ 3 ലക്ഷം രൂപ പോലീസുകാർക്കുള്ളതാണെന്നാണ് SI രതീഷ് പറഞ്ഞിരുന്നത്. ദിനേശ് ഔസേപ്പിന്റെ വീട്ടിലെത്തി പണം വാങ്ങുന്ന ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പണം നൽകിയ ശേഷമാണ് മകനെയും ഹോട്ടലിലെ മറ്റ് 3 ജീവനക്കാരെയും കേസ് രജിസ്റ്റർ ചെയ്യാതെ പുറത്തേക്ക് 15 മിനിറ്റിനുള്ളിൽ FIR പോലുമില്ലാതെ വിടുന്നത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ 13 മാസത്തെ ശ്രമത്തിനൊടുവിൽ 2024 ഓഗസ്റ്റ് 14 കിട്ടിയത്. ഔസേപ്പ് നൽകിയ വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിലാണ് CCTV ദൃശ്യങ്ങൾ കിട്ടിയത്. ഇതേസമയം SI തനിക്ക് പണം നൽകിയിട്ടില്ലെന്ന് പരാതിക്കാരനായ ദിനേശ് പറഞ്ഞു. ദിനേശിനെ ഹോട്ടലുടമകളും ജീവനക്കാരും തടഞ്ഞുവെക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും TCVക്ക് ലഭിച്ചു. പീച്ചി പോലീസ് സ്റ്റേഷനിൽ നടന്ന കസ്റ്റഡി മർദ്ദനത്തിൽ മാനേജർക്കും ജീവനക്കാരനുമാണ് മർദ്ദനമേറ്റതെന്നും തന്റെ മകന് മർദ്ദനമേറ്റിട്ടില്ലെന്നും റെസ്റ്റോറന്റ് ഉടമ ഔസേപ്പ് TCVയോട് പറഞ്ഞു. തന്റെ റെസ്റ്റോറന്റിലെ ജീവനക്കാർ പരാതിക്കാരനെ മർദ്ദിച്ചുവെന്ന പ്രചാരണം വാസ്തവം അല്ലെന്നും ഔസേപ്പ് പറഞ്ഞു. പോലീസ് കസ്റ്റഡി മർദ്ദനത്തിന്റെ CCTV ക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ TCVയോട് സംസാരിക്കുകയായിരുന്നു ഔസേപ്പ്. ഞാൻ നോക്കിയതൊക്കെ തന്നെ ഇയാൾ ആദ്യം ഫ്ലാസ്ക് ഓങ്ങി ഇവരെ തലക്കടിക്കാൻ ചെല്ലുന്നു. ഫ്ലാസ്ക് തിരിച്ചു വയ്ക്കുന്നു. ഫ്ലാസ്ക് കൊണ്ട് അടിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഈ റോണീനെ അടിക്കുന്നു, 2 മുഖത്തും അടിക്കുന്നു. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ ലിബിൻ ഫിലിപ്പിനെ അടിക്കുന്നു. ഇവർ 2 പേരെ അടിച്ച് അവരെ ഉന്തിത്തള്ളി ലോക്കപ്പിലാക്കുന്നു. അപ്പോൾ എൻ്റെ മകൻ പുറത്ത് നിൽക്കുന്നുണ്ട്. ഏതൊരു പോലീസുകാരൻ പറഞ്ഞു, ഇവനെ ഈ പരാതിക്കാരനെ ഇയാളും കൂടിയാണ് ഇടിച്ചത് എന്ന് പറഞ്ഞത്. ഓണറിൻ്റെ മോനാന്ന് പറഞ്ഞപ്പോൾ ഈ SI അവനെയും പിടിച്ചകത്തിടാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങേരുടെ കണ്ണടയും ബെൽറ്റും പേഴ്സും മാലയും ഒക്കെ ഊരി വാങ്ങി വെച്ച് ഇങ്ങേരെയും പിടിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുക. ആ ഹോട്ടലിലെ ഭക്ഷണം പാചകം ചെയ്യുന്ന ഷെഫിനെ വിളിച്ചു വരുത്തി അയാളെയും പിടിച്ചിട്ട് മൊത്തം 4 പേരെ ഇട്ടിട്ട് ഇയാൾ എന്നോട് പറയാണ്, ഈ ബിരിയാണി കഴിച്ച ആ കുട്ടി 18 വയസ്സായിട്ടില്ല, അതുകൊണ്ട് പോക്സോ കൂടി അട്രാക്റ്റ് ചെയ്യും. ബിരിയാണി കുത്തിക്കയറ്റിയതിന് വധശ്രമവും പ്ലസ് പോസ്കോവും കൂടി കിട്ടി 4 പേരെയും ഒരു 15 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ മെഡിക്കലെടുത്ത് ഹാജരാക്കും, റിമാൻഡ് ചെയ്യും. അപ്പം എന്തോ ശനിയാഴ്ചയാണ്, അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ജാമ്യമൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ
ഇതാണ് ഇയാൾ എന്നോട് പറയുന്നത്. ഞങ്ങൾ ഇങ്ങനെ കേസ് ചാർജ് ചെയ്ത് നിങ്ങളുടെ ആൾക്കാരെ മുഴുവൻ റിമാൻഡ് ചെയ്യാൻ പോവാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇയാളോട് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ നിങ്ങൾ ഇയാളായിട്ട് സംസാരിച്ച് സെറ്റ് ചെയ്തോ. എന്നോട് ഉപയോഗിച്ച വാക്ക് ഇതാണ്, നിങ്ങൾ സംസാരിച്ച് സെറ്റ് ചെയ്തോ. പ്രശ്നങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്ത് തീർത്തോ. അയാൾക്ക് എന്താണെന്ന് വെച്ചാൽ കൊടുത്ത് തീർത്തോ എന്നാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ എനിക്ക് പ്രശ്നം അവസാനിക്കണമെന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ തരണം. 5 ലക്ഷം രൂപ എന്ന് വെച്ചപ്പോൾ ഞാനാകെ സ്റ്റണ്ടായി. നമ്മൾ ഈ 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു 6 മാസം ഹോട്ടൽ നടത്തിയാൽ പോലും ആ പ്രോഫിറ്റ് കിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ മാനേജർക്കും ജീവനക്കാരനുമാണ് പോലീസ് മർദ്ദനമേറ്റത്. മകനെയും റെസ്റ്റോറന്റിലെ ഷെഫിനെയും ലോക്കപ്പിലാക്കി പോക്സോ ഉൾപ്പെടെ ഗൗരവമുള്ള വകുപ്പ് ചേർത്ത് കേസെടുത്ത് റിമാൻഡ് ചെയ്യിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു SI രതീഷ് ചെയ്തത്. കേസെടുക്കാതിരിക്കണമെങ്കിൽ പരാതിക്കാരനുമായി സംസാരിച്ച് ധാരണയിലെത്താൻ SI പറഞ്ഞുവെന്നും അതേ തുടർന്നാണ് 5 ലക്ഷം രൂപ കൊടുക്കാൻ നിർബന്ധിതനായതെന്നും ഔസേപ്പ് പറഞ്ഞു. ഞങ്ങളുടെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഈ ഇൻസിഡൻറ്റ് ആകുന്നതിൻ്റെ ഒരു 3-4 മാസം മുമ്പ് ഒരു മോഷണം നടന്നിരുന്നു. മോഷണം നടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ അവിടെ ഷോപ്പിൽ വന്ന് ഒരു 2 ബാഗിലായിട്ട് നിറയെ സാധനങ്ങൾ എടുക്കുകയും അവിടെ ഒരു ഷോപ്പിലെ ഒരു ബേക്കറിയിൽ നിന്ന് അവിടെ നിന്ന് ചായ മാത്രം കുടിച്ച് 20 രൂപ കൊടുത്തിട്ട് അവർ ബേക്കറിയുടെ ഒരു ഡോർ വഴി തുറന്നു പോയി, പുറത്തേക്ക് പോയി, 2 ബാഗുമായിട്ട് പോയി. 9,600 രൂപയുടെ സാധനങ്ങളാണ് മോഷണം പോയത്. അപ്പോൾ ജീവനക്കാർ അവരെ പോയി തുടർന്ന് അവരെ പിടിച്ചുകൊണ്ട് പോയി ഞങ്ങളുടെ ഓഫീസിലിരുത്തി. ഞങ്ങൾ പോലീസിൽ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അന്നത്തെ CI ആയിരുന്ന ഷുക്കൂറും ഒരു ഗ്രേഡ് SI ജയേഷും കൂടി അവർ വണ്ടിയെടുത്ത് അവിടെ വന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീനെ കണ്ടപ്പോൾ ഈ ഗ്രേഡ് SIയുടെ സിസ്റ്ററിൻ്റെ മകളായിരുന്നു. അപ്പോൾ വേഗം എന്നോട് സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു, ഔസേപ്പേട്ട പ്രശ്നം ഉണ്ടാക്കല്ലേ, ഒരബദ്ധം പറ്റിപ്പോയി, കേസ് കൊടുക്കല്ലേ, ജയേഷിൻ്റെ പെങ്ങളുടെ മകളാണ്, അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ച ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അതൊരു പരാതിയായിട്ട് പോയില്ല. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ടായിരിക്കാം ഈ ജയേഷ് എന്ന് പറഞ്ഞ ആളുടെ പങ്ക് ഇതിലുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. മുൻപൊരിക്കൽ തന്റെ ഉടമസ്ഥതയിലുള്ള ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഗ്രേഡ് SIയുടെ സഹോദരി പുത്രിയെ മോഷണത്തിന് പിടികൂടിയതിന്റെ പ്രതികാരമാകാം പോലീസിന്റെ വൈരാഗ്യത്തിന് പിന്നിലുള്ളതെന്ന് സംശയമുണ്ടെന്നും റെസ്റ്റോറന്റ് ഉടമ ഔസേപ്പ് പറഞ്ഞു. PG പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം. പോലീസ് നിര ഭേദിക്കാൻ ശ്രമിച്ച കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടന്നു. പട്ടിക്കാട് സെന്ററിനും പോലീസ് സ്റ്റേഷനുമിടയിൽ ബാരിക്കേഡ് ഉയർത്തി മാർച്ച് തടയാൻ സന്നാഹമൊരുക്കിയ പോലീസിനെ കബളിപ്പിച്ച് എതിർദിശയിലൂടെയാണ് പീച്ചി റോഡ് ഭാഗത്തു നിന്ന് ആരംഭിച്ച മാർച്ച് എത്തിയത്. സന്നാഹങ്ങൾ ഉപേക്ഷിച്ച് ഓടിയെത്തിയ പോലീസ് സംഘം മാർച്ചിന് മുൻപിൽ മനുഷ്യമതിൽ തീർത്താണ് മാർച്ച് തടഞ്ഞത്. ഈ സമയം കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് നിര ഭേദിക്കാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏതാനും സമയം ശക്തമായ ഉന്തും തള്ളും നടന്നു. തുടർന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രവർത്തകരെ ശാന്തരാക്കുകയായിരുന്നു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. പോലീസ് നരനായാട്ടിനെതിരെ ശക്തമായ സമരവുമായി കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഈ നരാധമന്മാർക്കെതിരെ നടപടിയെടുക്കാത്തതെന്നും ഇവരെ കയറൂരി വിടുന്നത് എന്തുകൊണ്ടാണെന്നും ജോസഫ് ടാജറ്റ് ചോദിച്ചു. വിവരാവകാശ നിയമം വഴി എല്ലാ പോലീസ് സ്റ്റേഷനിലെയും CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് ജില്ലയിലെ ഓരോ പോലീസ് സ്റ്റേഷനിലെയും നരാധമന്മാരുടെ ചിത്രങ്ങൾ തെരുവുകളിൽ പ്രദർശിപ്പിക്കുമെന്നും ജോസഫ് ടാജറ്റ് മുന്നറിയിപ്പ് നൽകി. കോൺഗ്രസ് പാണഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് KN വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറിമാരായ സുനിൽ അന്തിക്കാട്, രാജേന്ദ്രൻ അരങ്ങത്ത്, DCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KC അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മാർച്ചിനെത്തിയ നേതാക്കളും പ്രവർത്തകരും സമാധാനപരമായി പിരിഞ്ഞുപോയി. TCV തൃശൂർ. PG പോലീസിന്റെ അതിക്രമത്തിനിരയായ ലാലീസ് ഹോട്ടൽ ഉടമ ഔസേപ്പിന് നിയമപരമായ സഹായം വാഗ്ദാനം ചെയ്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഹോട്ടൽ ഉടമയെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയാണ് നിയമപരമായ സഹായങ്ങൾ കേന്ദ്രമന്ത്രി വാഗ്ദാനം ചെയ്തത്. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ്മാരായ അബിൻസ് ജെയിംസ്, ടോണി ചാക്കോള, BJP ഉല്ലൂർ മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ വാര്യർ, യുവമോർച്ച സിറ്റി ജില്ലാ പ്രസിഡന്റ് മനു പള്ളത്ത് എന്നിവർ ഹോട്ടൽ ഉടമയെ സന്ദർശിച്ച സംഘത്തിലുണ്ടായിരുന്നു.
ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് മലക്കപ്പാറ മേഖലയിൽ നിന്നും ഓണശ്ശേരി പഞ്ചായത്തിലെ മാരാങ്കോട് വനഭൂമിയിൽ താമസമാക്കിയ 47 ആദിവാസി കുടുംബങ്ങളുടെ പ്രശ്നം പ്രകോപനത്തിന് ഇടവരുത്താതെ രമ്യമായി പരിഹരിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ചാലക്കുടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദിവാസി കുടുംബങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും പ്രശ്നപരിഹാരമുണ്ടാക്കുക. എന്നാൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നൂലാമാലകൾ ഇതിലുണ്ട്. ഇത് പരിഹരിക്കുന്നതിന് സമയമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. വനം, റവന്യൂ, ട്രൈബൽ ഡിപ്പാർട്ട്മെന്റുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരെ പ്രശ്നപരിഹാരത്തിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ റിപ്പോർട്ട് തയ്യാറാക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഔദ്യോഗിക തീരുമാനങ്ങൾ ഉണ്ടാകുക. മാരാങ്കോട് കുടിയേറിയിരിക്കുന്ന ആദിവാസി കുടുംബങ്ങളെ ഉടൻ ഇറക്കിവിടുന്ന നടപടി ഉണ്ടാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഉദ്യോഗസ്ഥന്മാർക്ക് മേലധികാരികൾ എന്നുള്ള നിയമം പാലിക്കേണ്ടതുണ്ട്. അതേസമയത്ത് ഇവിടെ താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുകയും ഇത് ഒരു സമവായത്തിലൂടെ മാത്രമേ എത്താൻ കഴിയൂ. അതുകൊണ്ട് പ്രകോപനങ്ങളൊന്നും ഉണ്ടാകാതെ സെക്രട്ടറി തലത്തിലൊരു ഉന്നതാധികാര സമിതിയെ വെച്ചിട്ടുണ്ട്. SC/ST വകുപ്പിൻ്റെ സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി ചെയർമാനായി, വനംവകുപ്പ് വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി കൺവീനറായ ഒരു കമ്മിറ്റിയാണ്. അവരോട് ഒരു എങ്ങനെ ഇത് കൈകാര്യം ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ സംസാരിച്ചിട്ട് പരസ്പര ധാരണയോട് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇടവേള. ഗോബോ നന്ദിര ടി-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. എല്ലാ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സ്വർണ്ണ നാണയം സമ്മാനം. അത്തം മുതൽ തിരുവോണം വരെ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. കഴിഞ്ഞില്ല, വിവാഹ പാർട്ടികൾക്ക് വെറും 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും. അപ്പോൾ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. ലക്ഷ്മിക്കുട്ടി, ഇതെന്റെ പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. ഞാനിത് ജുവലറൊക്കെ കൊണ്ട് പണയം വെച്ചു. അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശയ്ക്ക് കൂടുതൽ പണം കിട്ടും. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. KR നാരായണൻ സ്മാരക മന്ദിരം, അത്താണി സെന്റർ. ഹാൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. 4000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഹാൾ. തൊട്ടുതാഴെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും AC, non-AC റൂമുകൾ, ലിഫ്റ്റ് ആൻഡ് ജനറേറ്റർ സൗകര്യം. താഴെ ബാങ്ക്, വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം. തൃശൂർ മെഡിക്കൽ കോളേജ്, വ്യാസ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവ സമീപം. വാർത്തകളിലേക്ക്. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം ടെമ്പോ ട്രാവലറും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്കേറ്റു. ട്രാവലറിലെ യാത്രക്കാരായ 4 പേർക്കും ബസ് ഡ്രൈവർക്കുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂരിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. മടവാക്കരയിൽ നിന്ന് ഇഞ്ചക്കുണ്ടിലേക്ക് പോയിരുന്ന വിവാഹ സംഘം സഞ്ചരിച്ചിരുന്ന ബസ് U-ടേൺ തിരിയുന്നതിനിടെ ട്രാവലർ വന്നിടിക്കുകയായിരുന്നു. അഹമ്മദാബാദിൽ നിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോയിരുന്ന 16 പേരാണ് ട്രാവലറിൽ ഉണ്ടായിരുന്നത്. ബസ് യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തിൽ ടെമ്പോ ട്രാവലറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. പുതുക്കാട് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടത്തെ തുടർന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ചൊവ്വന്നൂരിൽ കാറിടിച്ച് സൈക്കിൾ യാത്രികന് ദാരുണാന്ത്യം. ചൊവ്വന്നൂർ സ്വദേശി ജയറാമാണ് മരിച്ചത്. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിലെ അറേബ്യൻ പാലസിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു അപകടം. പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ചങ്ങരംകുളം നന്നമുക്ക് സ്വദേശികളായ ചെമ്പത്ത് പ്രണവ്, എഴുത്തച്ഛൻ വീട്ടിൽ വിഷ്ണു, കാറിലെ യാത്രക്കാരിയായ 3 വയസ്സുകാരിക്കുമാണ് പരിക്കേറ്റത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പരിക്കേറ്റവരെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷൊർണൂരിൽ നിന്നും പഴഞ്ഞിയിലെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവർ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. സ്കൂട്ടറിൽ ഇടിച്ച കാർ പഴഞ്ഞി സ്കൂളിന്റെ മതിലിൽ ഇടിച്ചതിന് ശേഷമാണ് നിന്നത്. പ്രശസ്ത ബാലസാഹിത്യകാരൻ മുരളീധരൻ ആനപ്പുഴ നിര്യാതനായി. 77 വയസ്സായിരുന്നു. കൊടുങ്ങല്ലൂരിലെ ആനാപ്പുഴയിൽ പൊയ്യത്തറ കൃഷ്ണന്റെയും
തിരുത്തോളി കുമാരിയുടെ മകനാണ്. പാലിയന്തുരുത്ത് വിദ്യാർത്ഥദായനി UP സ്കൂളിൽ അധ്യാപകനും ഹെഡ്മാസ്റ്ററുമായിരുന്നു. സ്കൂളുകളിൽ 1600-ലേറെ കഥാ കവിത ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി 26 വർഷത്തിലേറെയായി പ്രവർത്തിച്ചുവരുന്ന ബാലസാഹിത്യ സമിതിയുടെ സ്ഥാപക സെക്രട്ടറിയും സമിതിയുടെ മുഖപത്രമായ ബാലശ്രീ ത്രൈമാസികയുടെ ചീഫ് എഡിറ്ററുമാണ്. അക്ഷരച്ചെപ്പ്, ഒറ്റയിരട്ട, നാടൻ ക്രിക്കറ്റ്, പുതുമഴത്തുള്ളികൾ, 108 കുട്ടിക്കവിതകൾ, ഉണ്ണിയുടെ ചേച്ചി, കിഞ്ചന വർത്തമാനം എന്നീ കവിതാ സമാഹാരങ്ങളും രാമുവും രാക്ഷസനും, മാന്ത്രികവടി, ചിന്നുവും കൂട്ടുകാരും, നല്ല നല്ല കഥകൾ, കുസൃതി കുരുന്നുകൾ, സുന്ദരിപ്പാവ എന്നീ കഥാസമാഹാരങ്ങളും അമ്മമാരോട് എന്ന ലേഖന സമാഹാരവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് നാടെങ്ങും വിവിധ പരിപാടികൾ നടന്നു. SNDP കൊടുങ്ങല്ലൂർ ലോകമലേശ്വരം ശാഖയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ആദരസഭയും സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് KB വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. രാജീവ് നടുകപ്പള്ളി, നഗരസഭാ കൌൺസിലർമാരായ CS സുമേഷ്, ശാലിനി വെങ്കടേഷ്, ഗുരുദേവ സമാജം പ്രസിഡന്റ് OK ഹർഷകുമാർ എന്നിവർ സംസാരിച്ചു. ഇതോട് ബന്ധപ്പെട്ട ഭഗവത്ഭക്തികളെ ശ്രീനാരായണ ഗുരുദേവ ജയന്തിയോടനുബന്ധിച്ച് ചാലക്കുടി SNDP യൂണിയൻ സംഘടിപ്പിച്ച ഘോഷയാത്ര വർണ്ണാഭമായി. നഗരത്തെ പീതവർണ്ണ കടലാക്കി മാറ്റിയ ഘോഷയാത്രയിൽ ആയിരക്കണക്കിന് ശ്രീനാരായണീയർ അണിനിരന്നു. താളമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. സാംസ്കാരിക സമ്മേളനം വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയതലത്തിൽ മഹാത്മാഗാന്ധിയും കേരളത്തിൽ ശ്രീനാരായണ ഗുരുദേവനുമായിരുന്നു നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് അടിത്തറയിട്ടതെന്ന് മന്ത്രി പറഞ്ഞു. യൂണിയൻ ആക്ടിംഗ് പ്രസിഡന്റ് ചന്ദ്രൻ കുളത്താപ്പള്ളി അധ്യക്ഷനായി. സനീഷ് കുമാർ ജോസഫ് MLA, ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KB സുനിൽകുമാർ, ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ എന്നിവർ മുഖ്യാതിഥികളായി. SNDP യോഗം മാള യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഗുരുദേവ ജയന്തി ആഘോഷത്തിലെ ഘോഷയാത്ര വർണ്ണശബളമായി. താളമേളങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെ കലാകായിക പ്രകടനങ്ങളുമായാണ് ഘോഷയാത്ര സംഘടിപ്പിച്ചത്. പൊതുസമ്മേളനം മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് PK സാബു അധ്യക്ഷനായി. യൂണിയൻ സെക്രട്ടറി CD ശ്രീലാൽ, വൈസ് പ്രസിഡന്റ് രജീഷ് മാരിക്കൽ, വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് ഇന്ദിര സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ജയന്തി ഘോഷയാത്രയുടെ അതിനുശേഷമുള്ള ജയന്തി സമ്മേളനം ശ്രീനാരായണ ഗുരുദേവ ജയന്തി. വരാകര ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ചതയ ദിനാഘോഷം വർണ്ണാഭമായി. ശ്രീനാരായണ ഗുരുദേവന്റെ ചിത്രങ്ങളുമായി അലങ്കരിച്ച വാഹനങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിൽ സംഗമിച്ച ശേഷം ഗുരുദേവന്റെ പ്രതിമയിൽ പുഷ്പാർച്ചനയും പ്രാർത്ഥനയും നടത്തി. ക്ഷേത്രം മേൽശാന്തി CN വത്സൻ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പൊതുയോഗം പുറനാട്ടുകര ദേശീയ സംസ്കൃത സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ OV വിഷ്ണു ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രയോഗം പ്രസിഡന്റ് KV സുരേഷ് അധ്യക്ഷത വഹിച്ചു. SNDP യോഗം ചന്ദ്രാപ്പിനി ശ്രീകുമാരമംഗലം ശാഖയിൽ ശ്രീനാരായണ ഗുരുജയന്തി ദിനാചരണം നടത്തി. യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി, ശാഖാ യൂണിയൻ കൌൺസിലർ പ്രജോത് പണിക്കശ്ശേരി എന്നിവർ മുഖ്യാതിഥികളായി. ശാഖാ പ്രസിഡന്റ് ജയരാജൻ മേനോത്തുപറമ്പിൽ, വൈസ് പ്രസിഡന്റ് രാജേഷ് പറശ്ശേരി, സെക്രട്ടറി ഗോപിനാഥൻ പോത്താംപറമ്പിൽ എന്നിവർ ഗുരുപൂജയ്ക്ക് നേതൃത്വം നൽകി. SNDP യോഗം തളിക്കുളം അമ്പലനട ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഗുരുദേവ ജയന്തി സംഘടിപ്പിച്ചു. SNDP നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം ചെയ്തു. അമ്പലനട ശാഖാ പ്രസിഡന്റ് സജീഷ് MS അധ്യക്ഷത വഹിച്ചു. ശാഖാ സെക്രട്ടറി KR ബൈജു, യൂണിയൻ കമ്മിറ്റി മെമ്പർ ചന്ദ്രബോസ് ഏങ്ങൂർ, വൈസ് പ്രസിഡന്റ് ഷീന പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു.
തിരുവില്ലാമല 2977 നമ്പർ SNDP ശാഖയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷിച്ചു. ശാഖാ പ്രസിഡന്റ് പതാക ഉയർത്തി അഡ്വക്കേറ്റ് TS മായാദാസ് പ്രഭാഷണം നടത്തി. PK മണി, ബിജു ശ്രീനിലയം, ശശീന്ദ്രൻ, മുരളീധരൻ, ശ്യാമള ടീച്ചർ, ഗീത, വിജയൻ, ഏരുകുളം തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ മേത്തല ശ്രീനാരായണ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ ചതയ ദിനാഘോഷവും ഗുരുദർശന അവാർഡ് വിതരണവും നടന്നു. ഗുരു നിത്യചൈതന്യയുടെ ശിഷ്യൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു. നാരായണൻകുട്ടി ശാന്തി ഭദ്രദീപം തെളിയിച്ചു. സമാജം പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. ബിജുകുമാർ അധ്യക്ഷത വഹിച്ചു. 29ാമത് ഗുരുദർശന അവാർഡ് ഡോക്ടർ TS ശ്യാംകുമാറിന് അഡ്വക്കേറ്റ് M. ബിജുകുമാർ സമ്മാനിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, വാർഡ് കൌൺസിലർ EJ ഹിമേഷ്, സമാജം വൈസ് പ്രസിഡന്റ് TS സജീവൻ, സെക്രട്ടറി KB സിനി തുടങ്ങിയവർ സംസാരിച്ചു. അതായത് മനുഷ്യന്റെ ചരിത്രത്തിൽ നിന്ന് കൊള്ളാവുന്ന ഒരു ചരിത്ര പാഠവും നമുക്ക് പഠിക്കാനില്ല. മനുഷ്യന്റെ പൊതുവെയുള്ളൊരു വിശ്വാസം സാങ്കല്പിക. ശ്രീനാരായണ സഹോദര ധർമ്മവേദി ഇരിങ്ങാലക്കുട യൂണിയൻ കാട്ടൂരിൽ സംഘടിപ്പിച്ച ചതയ ദിനാഘോഷം ജില്ലാ സെക്രട്ടറി KS ജോഷി ഉദ്ഘാടനം ചെയ്തു. ധർമ്മവേദി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശ്രീ ചന്ദ്രൻ പെരുമ്പള്ളി അധ്യക്ഷത വഹിച്ചു. കാട്ടൂർ ശാഖാ കമ്മിറ്റി സെക്രട്ടറി രജീഷ് കോപ്പുള്ളിപ്പറമ്പിൽ, ദാസ് തണ്ടാശ്ശേരി, ലിനി രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് ബീച്ചിൽ സഞ്ചാരികളുടെ വൻ തിരക്ക് അനുഭവപ്പെട്ടു. ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്നതിനാൽ സഞ്ചാരികളുടെ എണ്ണം ഇരട്ടിയായി. കടലിൽ ഇറങ്ങിയും പട്ടം പറത്തിയും സഞ്ചാരികൾ ആർത്തുല്ലസിച്ചു. ശക്തമായ തിര ഉണ്ടായിട്ടും അപകടം വിളിച്ചു വരുത്തിയ രീതിയിൽ സ്ത്രീകളും ചെറിയ കുട്ടികളും ഉൾപ്പെടെ കടലിൽ ഇറങ്ങിയിരുന്നു. മറ്റൊരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. നാലോണനാളിൽ തൃശൂരിൽ പുലിയിറക്കം. പുലിമടകളിലെ പുലിയൊരുക്കം മുതൽ മുഴുവൻ ചടങ്ങുകളും TCVയിൽ തത്സമയം. സെപ്റ്റംബർ 8 രാവിലെ 9 മുതൽ. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തിരികെ വാർത്തകളിലേക്ക്. മദ്യലഹരിയിൽ സുഹൃത്തിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. എടത്തിരുത്തി മുനയം സ്വദേശി കോഴിപ്പറമ്പിൽ പ്രണവനെയാണ് കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SHO R. ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തോയ്ക്കാവ് കാളിമാക്കൽ തീരം ബോട്ട് ക്ലബ്ബും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ച തീരം ജലോത്സവം ആയിരങ്ങൾക്ക് ആവേശമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ജലോത്സവം ഉദ്ഘാടനം ചെയ്തു. വെങ്കടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷനായിരുന്നു. തീരം ജലോത്സവ കമ്മിറ്റി രക്ഷാധികാരി MA വാസുദേവൻ ജലഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. A ഗ്രേഡ് വിഭാഗത്തിൽ തൃപ്രയാർ പയ്യന്നൂർ ദേശം ബോട്ട് ക്ലബിന്റെ ഗോതുരുത്ത് പുത്രൻ ജേതാക്കളായി. വെങ്കടങ്ങ് മുപ്പട്ടിത്തറ ന്യൂ ബ്രദേഴ്സ് ബോട്ട് ക്ലബിന്റെ പുത്തൻപറമ്പിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി. B ഗ്രേഡ് വിഭാഗത്തിൽ കോടമുക്ക് തൽവാർ ബോട്ട് ക്ലബിന്റെ വടക്കുംപുറം ജേതാക്കളായി. ഒരുമനയൂർ സൺറൈസ് ബോട്ട് ക്ലബിന്റെ ശ്രീമുരുകനാണ് 2ാം സ്ഥാനം.
പാവറട്ടി SHO ആന്റണി ജോസഫ് നെറ്റോ സമ്മാനദാനം നിർവഹിച്ചു. രാജകുമാരൻ വിപിനിട്ടിത്തറ നമ്മുടെ പിടിയിൽ ഒതുക്കാൻ 3 ടീമുകളും വടക്കുംപുറമല്ലേ ഒരൽപ്പം മുൻപിൽ എല്ലാ ശ്രീമുരുകനുണ്ട്. സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ഉണ്ട്. സിംഹരാജനാണോ ശ്രീമുരുകനാണോ നമ്മുടെ വടക്കുംപുറമാണോ? ഇല്ല, ഒപ്പമിട്ടു ഗോതിരത്ത് ഇന്നലെ നമ്മുടെ കണ്ടശാങ്കടവ് ജലോത്സവത്തിൽ കണ്ട ഈ തീര ജലോത്സവത്തിൽ ഏതായാലും ഇനിയും ഒരു ട്രാക്ക് ദൂരം ഇങ്ങനെ നമുക്ക് മുൻപിൽ നിൽക്കും. തയ്യൂർ ആലുക്കൽ ചിറ പാലത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന JCBയുടെ ബാറ്ററി മോഷ്ടിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മോഷണം നടന്നത്. ആലുക്കൽ ചിറ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എത്തിച്ചതായിരുന്നു JCBയുടെ സെൻസറുകളും അനുബന്ധ ഉപകരണങ്ങളും നശിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 50,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. അന്നമനട പഞ്ചായത്തിലെ കല്ലൂർ ചന്ത ഇടശ്ശേരി റോഡ് ടൈൽ വിരിച്ച് പുനർനിർമ്മാണം നടത്തിയതിൽ അഴിമതിയെന്ന് ആരോപണം. പുനർനിർമ്മാണത്തിൽ വ്യാപകമായ അഴിമതി നടന്നതിന് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തുവെന്നും ആരോപിച്ച് നാട്ടുകാർ വിജിലൻസ് ഡെപ്യൂട്ടി സൂപ്രണ്ടിന് പരാതി നൽകി. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ചേറ്റുവ സബ് ഡിവിഷന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം നടത്തിയത്. ടൈൽ വിരിച്ച് 1 വർഷമായപ്പോൾ റോഡ് തകർന്ന അവസ്ഥയിലാണ്. നിർമ്മാണത്തിനിടയിൽ തന്നെ ടൈൽ തകർന്നതും അപാകതയും നാട്ടുകാരും പൊതുപ്രവർത്തകരും ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരും കരാറുകാരനും അനാസ്ഥ കാണിച്ചുവെന്നാണ് ആക്ഷേപം. ടൈൽ പാകുന്നതിന് മുന്നോടിയായി ചെറിയ മെറ്റൽ വിരിച്ചിട്ടില്ലെന്നും പരാതിയിൽ പറയുന്നു. പുനർനിർമ്മാണം നടത്തിയതിന്റെ അഴിമതി ആരോപണവും പരാതിയും നിലനിൽക്കുമ്പോൾ തന്നെ കരാറുകാരന് ബില്ല് മാറി നൽകിയെന്നും ആക്ഷേപമുണ്ട്. 2024 ജൂൺ മാസത്തിൽ കരാറെടുത്ത നിർമ്മാണം തുടങ്ങിയത് സെപ്റ്റംബറിലായിരുന്നു. 5 വർഷത്തെ ഗ്യാരണ്ടിയിൽ നിർമ്മിച്ച റോഡ് മാസങ്ങൾക്കുള്ളിൽ തകർന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ റോഡിലെ എല്ലാ ടൈലുകളും മിക്കവാറും ടൈലുകൾ ഇളകിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ 2 വീലർ പോകാൻ പറ്റില്ല. വേണ്ട കൊച്ചു പിള്ളേർക്ക് മറ്റേ സൈക്കിൾ തന്നെ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ഇത് എന്താ ചെയ്യണമെന്ന് നമുക്ക് ആവശ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കട്ടകളെല്ലാം രണ്ടാമത് റീപാക്ക് ചെയ്ത് കംപ്ലൈൻ്റ് എല്ലാം തീർത്ത്, കൂടാതെ സൈഡിലുള്ള ഈ എന്താ പറയുക കോൺക്രീറ്റ് ചെയ്ത് മതിൽ ടു മതിൽ വരെയുള്ള ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് തരണം. റോഡിന്റെ ഭൂരിഭാഗം സ്ഥലത്തും ടൈൽ ഇളകിക്കിടക്കുകയാണ്. നിർമ്മാണം പൂർത്തിയാക്കി 2 ആഴ്ചയ്ക്കുള്ളിൽ പൊട്ടിയ ടൈലുകൾ പരാതിയെ തുടർന്ന് മാറ്റിയിരുന്നു. എന്നാൽ പിന്നീട് കൂടുതൽ ടൈലുകൾ ഇളകിയതോടെ നിരവധി പരാതികൾ ഉയർന്നു. 2021 ഈ റോഡിലെ 100 മീറ്റർ ഭാഗം ടൈൽ വിരിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ പൊളിച്ചു നിർമ്മാണം നടത്തേണ്ടി വന്നിട്ടുണ്ടെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടി. റോഡിൽ ടൈൽ വിരിച്ചത് പൂർണ്ണമായി നീക്കി വീണ്ടും നിർമ്മാണം നടത്തണമെന്നും സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്തതിലെ അഴിമതി അന്വേഷിക്കണമെന്നും CPI മാള മണ്ഡലം കമ്മിറ്റി അംഗം EK അനിലൻ ആവശ്യപ്പെട്ടു. 2 പ്രാവശ്യം പണിതിട്ടും ഈ റോഡ് ഉറയ്ക്കാതിരുന്നതും അതുപോലെ ടൈലുകൾ ഇളകിപ്പോവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമസഭ ചേർന്ന് 100 മീറ്റർ ചെയ്ത കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താമെന്നും അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി എമൗണ്ട് തിരിച്ചു കൊടുക്കില്ല എന്ന സംഗതി പഞ്ചായത്ത് പ്രസിഡന്റ് 5-ാം വാർഡ് ഗ്രാമസഭയിൽ ഉറപ്പ് നൽകിയതാണ്. അതിനുശേഷം യാതൊരു നടപടി ചെയ്തില്ലെന്ന് മാത്രമല്ല ആ കരാറുകാരന് പൈസ തിരിച്ചു കൊടുക്കുകയും അയാളെ കരിമ്പട്ടികപ്പെടുത്തുകയും ഒന്നും ചെയ്തില്ല. പക്ഷേ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെന്ന് മാത്രമല്ല ആ ചെയ്തത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഒട്ടും ഗുണകരമല്ലാത്ത രീതിയിൽ ടൈലിടുകയും അതിൻ്റെ അടിയിൽ ബേബി മെറ്റൽ ഉപയോഗിച്ചില്ല. ഇത് എല്ലാവരുമായി തർക്കത്തിലാണ് ഈ റോഡ് പണി തീർത്തത്. 500 മീറ്റർ റോഡ് ടൈൽ വിരിച്ചതിന് 33.50 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. നിർമ്മാണത്തിലെ അഴിമതിയും ക്രമക്കേടും സംബന്ധിച്ച് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നേരത്തെ പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടാകാത്തതിനാലാണ് നാട്ടുകാർ വിജിലൻസിനെ സമീപിച്ചത്. വിജിലൻസ് അന്വേഷണത്തിനൊപ്പം കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. TCV ന്യൂസ്, മാള. വെള്ളറക്കാട് മണ്ണാൻകുന്നിൽ ചെമ്പുപാത്രം മോഷ്ടിച്ച മോഷ്ടാവിനെ നാട്ടുകാർ കയ്യോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പട്ടാമ്പി ഞാങ്ങാട്ടിരി തെക്കേതിൽ മുഹമ്മദ് മുസ്തഫയാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. മണ്ണാൻകുന്ന് പട്ടൂര് അനിൽകുമാറിന്റെ വീട്ടിൽ നിന്നാണ് ഇയാൾ വലിയ ചെമ്പുപാത്രം മോഷ്ടിച്ചത്. സ്കൂട്ടറിൽ കൊണ്ടുപോകാൻ ശ്രമിക്കവേ വീട്ടുകാർ ഇത് കാണുകയും നാട്ടുകാരെ വിളിച്ചുകൂട്ടി ഇയാളെ പിടികൂടുകയുമായിരുന്നു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ എരുമപ്പെട്ടി SI VA രാജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഇയാൾ സ്ഥിര മോഷ്ടാവാണെന്നാണ് നിഗമനം. കഴിഞ്ഞ ദിവസം വേലൂരിലെ ജ്വല്ലറിയിൽ നിന്ന് 3 പവന്റെ സ്വർണ്ണമാലയെടുത്ത് മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടിരുന്നു. ചാലിശ്ശേരിയിൽ ആനയുടെ ഏകത്തുക 5 ലക്ഷം രൂപ പാവപ്പെട്ട കുടുംബത്തിന്റെ വീട് നിർമ്മാണത്തിനായി മാറ്റി മാതൃകയായ നവയുഗ പൂരാഘോഷ കമ്മിറ്റി പുനർനിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം നടന്നു. വാർഡ് മെമ്പർ സഹന മുജീബ് വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. ചാലിശ്ശേരി
മുലയംപറമ്പത്ത് കാവ് പൂരാഘോഷത്തിനായി ഈ വർഷം ആനയെ ഏൽപ്പിച്ചിരുന്ന ഏകതുകയായ 5,03,000 രൂപയാണ് നിർധന കുടുംബത്തിനായി വീട് പണിയാൻ മാറ്റിവെച്ചത്. ആലിക്കര വേങ്ങാട്ടുപറമ്പിൽ അജിതന്റെ കുടുംബത്തിനാണ് വീടിന്റെ താക്കോൽ കൈമാറിയത്. കൂലിപ്പണിയിലൂടെ കുടുംബം പോറ്റിയിരുന്ന അജിതൻ കഴിഞ്ഞ വർഷം ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചിരുന്നു. 2 മാസത്തിനിടെ മൂത്ത മകനും കുന്നംകുളം ബോയ്സ് സ്കൂളിലെ +1 വിദ്യാർത്ഥിയുമായ അതുൽ കൃഷ്ണ വാഹനാപകടത്തിൽ മരിച്ചതോടെ കുടുംബം പൂർണ്ണമായും തകർന്നുപോയി. 700 ചതുരശ്ര അടിയിൽ നിർമ്മിച്ച വീടാണ് നവയുഗ കൂട്ടായ്മ നിർമ്മിച്ചു നൽകിയത്. ചടങ്ങിൽ കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി LED TV കൈമാറി. മോഹനൻ വിളിയതടം, സുഷി ആലിക്കര, ഉമ്മർ ആലിക്കര, ലബീബ് ഹസൻ എന്നിവർ സംസാരിച്ചു. നെല്ലുവായി ഗ്രാമീണ വായനശാലയുടെ ഓണാഘോഷ സമാപനവും തിയേറ്റർ ഹബിന്റെ ആദ്യ നാടകാവതരണവും നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് TK ശിവൻ അധ്യക്ഷനായി. സിനിമാ നാടക നടൻ സുനിൽ സുഗത മുഖ്യാതിഥിയായി. നാടക പ്രവർത്തകൻ KV ഗണേഷ്, സിനിമാ നാടക പ്രവർത്തകൻ ഹബീബ് ഖാൻ, പഞ്ചായത്ത് അംഗം MK ജോസ്, എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി, തിയേറ്റർ ഹബ് സെക്രട്ടറി അരവിന്ദൻ നെല്ലുവായി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വ്യക്തികളെ ആദരിച്ചു. തുടർന്ന് തിയേറ്റർ ഹബിലെ കുട്ടികൾ അവതരിപ്പിച്ച പൊക്കാരം എന്ന നാടകം അരങ്ങേറി. സമയം നമുക്ക് ഇന്ന് നടത്താൻ ഒന്നും പറയില്ല. ഞാനൊരു പൊക്കാരം പറയുന്നേ, ഞാനൊരു പൊക്കാരം പറയുന്നേ, കൂടെ കൂടിയോരെ കേട്ടോരെ കണ്ടോരെ, കൂടെ കൂടിയോരെ പൊക്കാരം പറയുന്നേ, കൂടെ കൂടിയോരെ. ഉസ്താദ് നൌഷാദ് ബാഖവിയുടെ മദ്ഹ് റസൂൽ വാർഷിക പ്രഭാഷണം, റബീഹ് ക്യാമ്പയിൻ, റൂഹി ഫിദ, മഹദ് പെരിങ്ങോട്ടുകരയിൽ നടക്കുന്നതിന്റെ ഭാഗമായി നിർധന വിഭാഗത്തിലെ കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു. ജനാബ് വലിയകത്ത് ഖാദർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രോഗ്രാം കൺവീനർ EM ബഷീർ അധ്യക്ഷനായി. ജനാബ് ജാബിർ, അസീസ് കാക്കാട്ടുതറ, ഉസ്താദ് മുഹമ്മദ് അലി എന്നിവർ പങ്കെടുത്തു. അതിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതിന്റെ റബീഹ് ക്യാമ്പയിൻ കിറ്റ് 1000 രൂപയുടെ ഒരു കിറ്റ് ഇന്ന് അന്യമതസ്ഥരുടെ വീട്ടിലേക്ക്. BJP വേലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം അശോകൻ മമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K സനൽകുമാർ അധ്യക്ഷനായി. SC മോർച്ച ജില്ലാ പ്രസിഡന്റ് അഭിലാഷ് തയ്യൂർ, നേതാക്കളായ ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, സുരേഷ് തിരുത്തിയിൽ, നിധീഷ് തോന്നലൂർ എന്നിവർ സംസാരിച്ചു. അരിമ്പൂർ ഹൈസ്കൂൾ 1983 ബാച്ച് വിദ്യാർത്ഥി കൂട്ടായ്മ സംഗമത്തിന്റെ 3ാം വാർഷികം സംഘടിപ്പിച്ചു. ഓർമ്മപ്പൂക്കൾ എന്ന പേരിൽ സംഘടിപ്പിച്ച കൂട്ടായ്മ പ്രസിഡന്റ് സുജാത ഗോപി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി മണികണ്ഠൻ, വൈസ് പ്രസിഡന്റ് ദിനേശൻ, ജോയിന്റ് സെക്രട്ടറി ജയചന്ദ്രൻ, ട്രഷറർ ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ടശങ്കടവ് പടിയം ആശാരിമൂലയിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം ജനശ്രദ്ധ നേടുന്നു. ഒരേ സമയം ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രമായും ഒരു മിനി വായനശാലയായും ഇവിടെ മാറ്റുവാനാണ് പദ്ധതി. പടിയം സാംസ്കാരിക വേദിയിലെ അംഗങ്ങൾ പ്രദേശവാസികളുടെ സഹകരണത്തോടെയാണ് ആശാരിമൂലയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുനർനിർമ്മിച്ചത്. ലൈറ്റും ഫാനും മൊബൈൽ ചാർജ് ചെയ്യാനുള്ള പോയിന്റുകളും ഇവിടെയുണ്ട്. കേൾക്കാൻ FM റേഡിയോയും സുരക്ഷയ്ക്കായി സമീപം 4 CCTV ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് വേണ്ടിവരുന്ന വൈദ്യുതിക്കായി സോളാർ പാനലും സജ്ജമാക്കിയിട്ടുണ്ട്. പൂന്തോട്ടവും സമീപം ഒരുക്കിയിട്ടുണ്ട്. അറ്റകുറ്റപ്പണിക്കുള്ള പണം കണ്ടെത്താനായി LED പരസ്യ ബോർഡും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്നവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷം ഇവിടെ കിട്ടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ രാത്രി സമയത്ത് വരികയാണെങ്കിൽ തന്നെ ലൈറ്റിൻ്റെ സൗകര്യമുണ്ട്, ക്യാമറയുണ്ട്, എല്ലാം ഉള്ളതുകൊണ്ട് അവർക്കൊരു സുരക്ഷിതമായൊരു സ്ഥലം ആയി മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ ബസ് സ്റ്റോപ്പ്. ഇത് വളരെയധികം ബസ് കാത്തിരിപ്പ് കേന്ദ്രം എന്നുള്ളതും അതിനോടൊപ്പം തന്നെ സുരക്ഷിതമായൊരു സ്ഥലമായിട്ട് നമ്മളിതിനെ കണക്കാക്കാം. 1,70,000 രൂപയാണ് നിർമ്മാണ ചെലവ്. നിർമ്മാണ സാമഗ്രികൾക്ക് മാത്രമാണ് പണം ചിലവായത്. തൊഴിലാളികൾ ആരും കൂലി വാങ്ങാതെയാണ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാൻ പങ്കുചേർന്നത്. ആകെ 2 ബസ്സുകളാണ് ഈ വഴിക്ക് സർവീസ് നടത്തുന്നത്. ബസ്സുകളില്ലാത്ത സമയത്ത് കാത്തിരിപ്പ് കേന്ദ്രം ഒരു മിനി വായനശാലയാക്കി മാറ്റാനാണ് നാട്ടുകാർ ലക്ഷ്യമിടുന്നത്. അതിനായി പത്രങ്ങളും പുസ്തകങ്ങളും കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ലഭ്യമാക്കാനാണ് തീരുമാനം. TCV
തൃശൂർ. പഞ്ചാബിലെ ലുധിയാനയിൽ നടന്ന 47ാമത് ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേട്ടവുമായി മനക്കുടി സ്വദേശിനി. 17+ യൂത്ത് വിഭാഗത്തിൽ സ്വർണ്ണ മെഡലും ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ മത്സരത്തിൽ റണ്ണറപ്പുമായാണ് മനക്കുടി കാട്ടുകൂലിയൻ ബിജു സരിത ദമ്പതികളുടെ മകൾ ആര്യ മികച്ച നേട്ടം കൈവരിച്ചത്. 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ ആര്യ 2023 നടന്ന ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 4 സ്വർണ്ണ മെഡലുകൾ നേടിയിരുന്നു. വേലൂർ ശ്രീ കാർത്തിയായനി ദേവി ക്ഷേത്രത്തിലെ ശ്രീകോവിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉത്തരം വയ്ക്കൽ ചടങ്ങ് നടന്നു. ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ബാലകൃഷ്ണൻ ആചാര്യയുടെ കാർമ്മികത്വത്തിൽ ശ്രീകോവിൽ ഉത്തരം സ്ഥാപിച്ചു. പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് മാടാവ് നാരായണൻ നമ്പൂതിരി, സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ പ്രദീപ്, സുനിൽ, ജയരാജ്, വേണു, ഹരി എന്നിവർ നേതൃത്വം നൽകി. ചാഴൂർ റോഡ് കലാ സാംസ്കാരിക ദേശ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷവും സാംസ്കാരിക സന്ധ്യയും ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NN ജോഷി അധ്യക്ഷനായി. സംഘാടക സമിതി കൺവീനർ EP ആന്റണി, വൈസ് ചെയർമാൻ KK ഉണ്ണികൃഷ്ണൻ, ട്രഷറർ രാജു മുത്തേരി, ഉമ്മർ പഴുവിൽ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ടശങ്കടവ് സെന്റ് മേരീസ് ഫൊറൂന പള്ളിയിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാളിനോടനുബന്ധിച്ച് ദീപാലങ്കാര സ്വിച്ച് ഓൺ വികാരി ഫാദർ റാഫേൽ അക്കാമറ്റത്തിൽ നിർവഹിച്ചു. തിരുനാൾ ദിനമായ തിങ്കളാഴ്ച വൈകിട്ട് 5:30 നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോസ് ചാലക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ഷോൺസൺ ആക്കാമറ്റത്തിൽ സന്ദേശം നൽകും. ലതീഞ്ഞ്, നൊവേന, രൂപം എഴുന്നള്ളിച്ചുവയ്ക്കൽ, ജപമാല പ്രദക്ഷിണം, തിരുനാളൂട്ട് എന്നിവ ഉണ്ടാകും. കരിയന്നൂർ രശ്മി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 32ാം വാർഷികവും ഓണാഘോഷ പരിപാടികളും നടന്നു. പഞ്ചായത്ത് മെമ്പർ സതി മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ് പ്രസിഡന്റ് PS അനിൽ അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് അംഗം NK കബീർ, ക്ലബ്ബ് രക്ഷാധികാരികളായ വിജയൻ കണ്ടംപുള്ളി, KA ബേബി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വയനാട് ടീം ഗ്രാമം അവതരിപ്പിച്ച വീരനടനം എന്ന കൈകൊട്ടിക്കളി അരങ്ങേറി. വിവിധ വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. കൈപ്പമംഗലം വഴിയമ്പലത്ത് കാർ AC മെക്കാനിക് കുഴഞ്ഞു വീണ് മരിച്ചു. കാളമുറി സ്വദേശി തിണ്ടിക്കൽ വീട്ടിൽ 70 വയസ്സുള്ള മുഹമ്മദാണ് മരിച്ചത്. വഴിയമ്പലം സെന്ററിലുള്ള ഇദ്ദേഹത്തിന്റെ വർക്ക്ഷോപ്പിന് മുൻപിൽ വീണുകിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജിലെ 1985-87 ബാച്ചിലെ പ്രീ ഡിഗ്രി കൊമേഴ്സ് ഗ്രൂപ്പ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഓണസംഗമം നടത്തി. കാൽവരി ആശ്രമത്തിന്റെ മുൻ സുപ്പീരിയർ ഫാദർ ക്രിസ്റ്റി വട്ടക്കുഴി ഉദ്ഘാടനം ചെയ്തു. സഹപാഠിയും മണലൂർ കോൺവെന്റ് UP സ്കൂൾ പ്രധാന അധ്യാപികയുമായ സിസ്റ്റർ വിൻസി അധ്യക്ഷയായിരുന്നു. അഭിനയ ജീവിതത്തിന്റെ 50 വർഷം പിന്നിടുന്ന പ്രേംകുമാർ ശങ്കരനെ സഹപാഠികളുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ജോണി മഞ്ഞളി, TN പ്രവീൺ, ബോണി K സണ്ണി, വിനോദ് ഭാസ്കരൻ, ബിജോയ് പെരുമാട്ടിൽ, PD പോൾസൺ തുടങ്ങിയവർ സംസാരിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് ചാഴൂർ സെന്റ് മേരീസ് പള്ളിയിൽ കേന്ദ്രസമിതിയുടെ നേതൃത്വത്തിൽ യൂണിറ്റ് അടിസ്ഥാനത്തിൽ പൂക്കള മത്സരവും വടംവലി മത്സരവും സംഘടിപ്പിച്ചു. വികാരി ഫാദർ സിജോ കാട്ടുകാരൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രസമിതി പ്രസിഡന്റ് ഷൈജു തട്ടിൽ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റിമാരായ മേജു തട്ടിൽ, സണ്ണി തട്ടിൽ, ജസ്റ്റിൻ കുരുവിള തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 9,945 രൂപ, പവന് 79,560 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. PG പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം. PG പോലീസ് സ്റ്റേഷനിലെ മർദ്ദന ദൃശ്യങ്ങൾക്ക് പിന്നാലെ ഹോട്ടൽ ജീവനക്കാർ പരാതിക്കാരനെ തടഞ്ഞുവെക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് മലക്കപ്പാറ മേഖലയിൽ നിന്നും മാരാങ്കോട് വനഭൂമിയിൽ താമസമാക്കിയ 47 ആദിവാസി കുടുംബങ്ങളുടെ പ്രശ്നം രമ്യമായി പരിഹരിക്കുമെന്ന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. വനഭൂമി കയ്യേറിയവരെ ഉടൻ ഒഴിപ്പിക്കില്ലെന്നും മന്ത്രി. വലിയക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം ടെമ്പോ ട്രാവലറും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്ക്. ചൊവ്വന്നൂരിൽ കാറടിച്ച് സൈക്കിൾ യാത്രികന് ദാരുണാന്ത്യം. പഴഞ്ഞി സ്കൂളിന് സമീപം കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. പ്രശസ്ത ബാലസാഹിത്യകാരൻ മുരളീധരൻ ആനപ്പുഴ അന്തരിച്ചു. വിടവാങ്ങിയത് സ്കൂളുകളിൽ കഥാ കവിത ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയ സാഹിത്യകാരൻ. മാനവസ്നേഹത്തിന്റെയും മതമൈത്രിയുടെയും ഗുരുദേവ സന്ദേശങ്ങൾ മുഴങ്ങിയ ഗുരുദേവ ജയന്തി ഘോഷയാത്ര വർണ്ണാഭമായി. നഗരങ്ങളെ പീതവർണ്ണമാക്കി നടന്ന ഘോഷയാത്രയിൽ ആയിരങ്ങൾ അണിനിരന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.